മുഷ്റഫ് അലി ഫറൂഖി ട്രാൻസ്ലേറ്റ് ചെയ്ത തിൽസിമി ഹുഷ്റുബ എന്ന ഉറുദു ലിറ്ററേച്ചർ വർക്കിൻ്റെ ഇൻട്രഡക്ഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സയ്യദ് മുഹമ്മദ് ഹുസൈൻ ജാ ആൻഡ് അഹമ്മദ് ഹുസൈൻ ഖമർ എന്ന രണ്ട് റൈവൽ സ്റ്റോറി ടെല്ലേഴ്സാണ് ഈ കഥ ഉറുദുവിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രഡക്ഷൻ അത്ര തന്നെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഇത് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ ഇൻട്രഡക്ഷൻ പ്രാധാന്യമുള്ളത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ഈ കഥ എങ്ങനെ വന്നു എന്നത് തന്നെ ഒരു ഫാൻറ്റസിയാണ് എന്നാണ് ഇതിൻ്റെ നറേറ്റർ പറയുന്നത്. അപ്പോൾ എന്താണ് ആ ഫാൻറ്റസി എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബുക്ക് 8000 പേജിൽ കൂടുതലുള്ളത് കൊണ്ടും ആർക്കേക്കായിട്ടുള്ള പഴയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും ഇത് വായിക്കാൻ നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ ഈ ഒരു വായന ഒരു മൗണ്ടൻ എക്സ്പെഡിഷനായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. ഈ ഒരു മൗണ്ടൻ എക്സ്പെഡിഷൻ എളുപ്പമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ പോകുന്ന ഒരു ചെറിയ വഴി ഉണ്ടാക്കി തരുകയാണ് ഈ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിലൂടെ ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഈ തിൽസിമി ഹുഷ്റുബ എന്ന കഥ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കഥ ഓറൽ ട്രഡീഷൻ്റെ ഭാഗമായി പറഞ്ഞ് വന്ന് അങ്ങനെ കേട്ടാണ് ഈ റൈറ്റേഴ്സ് എഴുതിയത് എന്നാണ്. പക്ഷെ ശരിക്കും ഇത് കുറച്ച് സ്റ്റോറി ടെല്ലേഴ്സ് ചേർന്നിരുന്ന് ഉണ്ടാക്കിയൊരു കഥയാണ്. ഈ കഥ അവരുണ്ടാക്കിയതിന് ശേഷം പണ്ട് നിലനിന്നിരുന്ന മറ്റൊരു കഥയുണ്ട്, ദി അഡ്വഞ്ചേഴ്സ് ഓഫ് അമീർ ഹംസ. ഇതെന്ന് പറയുന്നത് ഒരു വലിയ ലെജൻഡാണ്. പണ്ട് പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് മുഗൾ എംപററായിട്ടുള്ള അക്ബറിൻ്റെ കോർട്ടിലേക്ക് എത്തിയതാണ് ഈ കഥ. അപ്പോൾ അമീർ ഹംസയുടെ അഡ്വഞ്ചേഴ്സിനെ പറ്റി പറയുന്ന ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് അമീർ ഹംസ എംപറർ അക്ബറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഇതിനെ ഒരു ഇല്ലസ്ട്രേറ്റഡ് ആൽബം ആക്കാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ചെയ്തു. 15 വർഷം എടുത്തിട്ടാണ് ആ ഒരു ആൽബം കമ്മീഷൻ ചെയ്തെടുത്തത്. അതിനകത്ത് 1400 പേജുകളും ആ പേജുകളിലെല്ലാം ഓരോ ഇല്ലസ്ട്രേഷൻസും അതിൻ്റെ താഴെ പേർഷ്യൻ ലാംഗ്വേജിൽ ടെക്സ്റ്റുകളും ഉണ്ടായിരുന്നു. ഈ ഒരു ബുക്ക് ഉപയോഗിച്ചിട്ടായിരുന്നു പിന്നീട് ഇതിൻ്റെ കഥകൾ സ്റ്റോറി ടെല്ലേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അമീർ ഹംസയുടെ കഥകൾ ഇങ്ങനെയാണ്. ഒരു സ്ഥലത്ത് പ്രോബ്ലം ഉണ്ടായിരിക്കും, അതായത് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾ വന്ന് ആ രാജ്യത്തുള്ള ആൾക്കാർക്കെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നു. ആൻഡ് ഈ ആൾക്കാർ മനസ്സ് വിഷമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അമീർ ഹംസ വരുന്നത്. അപ്പോൾ അമീർ ഹംസ വന്ന് ഈ പ്രോബ്ലം എല്ലാം മാറ്റിക്കൊടുത്ത് ഇയാളെ തോൽപ്പിച്ച് ഈ ആൾക്കാർക്കെല്ലാം സന്തോഷവും സമാധാനവും കൊടുക്കുന്നു. ഈ ഒരു സെയിം പാറ്റേണിലാണ് അതിലുള്ള എല്ലാ കഥകളും ഈ അഡ്വഞ്ചേഴ്സ് ഓഫ് അമീർ ഹംസയിൽ. അപ്പോൾ ഇതാണ് ബേസിക് പ്ലോട്ട്. ഇതിനകത്ത് പിന്നീട് സബ് പ്ലോട്ടുകളും അഡീഷൻസും ബാക്കി ക്യാരക്ടേഴ്സും ബാക്കി കുഞ്ഞു ഡീറ്റെയിൽസും ഉള്ള അങ്ങനെ പലതരം കഥകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ അമീർ ഹംസയുടെ കഥകൾ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി ടെല്ലേഴ്സ് വിചാരിച്ചു ഇവരുണ്ടാക്കുന്ന ഈ തിൽസിമി ഹുഷ്റുബ അമീർ ഹംസയുടെ കഥയുടെ ഭാഗമാണെന്ന് പറയാമെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്രയും ഓഡിയൻസിനെ കിട്ടുമായിരുന്നു. മാത്രമല്ല ഈ ഒരു കഥയ്ക്ക് എങ്ങനെ ഈ കഥ ഇവിടുന്ന് വന്നു, മറ്റ് കഥകളുടെ കൂട്ടത്തിലില്ലാതെ ഈ ഒരു കഥ ഇവർക്ക് എങ്ങനെ കിട്ടി എന്ന് വരില്ലേ. സോ ആദ്യത്തെ സ്റ്റോറി ടെല്ലർ, അതായത് ഈ സ്റ്റോറിയുടെ മെയിൻ മാസ്റ്റർ ആയിട്ടുള്ള മിർ അഹമ്മദ് വലി പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ അക്ബറിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഫൈസി എഴുതിയതാണെന്ന്. അപ്പോൾ ഇവരുണ്ടാക്കിയ വർക്കിന് ഒരു ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഫൈസി എഴുതിയെന്ന് പറഞ്ഞത്. അക്ബറിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഫൈസി എഴുതിയെന്ന് പറയുമ്പോൾ എന്തായാലും ആൾക്കാർ കൂടും. അപ്പോൾ അമീർ ഹംസയുടെ ടെയിലുണ്ടായിരുന്നത് ജിന്ന്, ഡീമോൺ, ഫെയറി ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പേർഷ്യയിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ ഇത് നന്നായിട്ട് ചിലവായി പോകുമെങ്കിലും ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ എന്തോ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ലെന്ന് സ്റ്റോറി ടെല്ലേഴ്സിന് തോന്നി. അതുകൊണ്ട് തന്നെ തിൽസിമി ഹുഷ്റുബ ഉണ്ടാക്കിയപ്പോൾ ഇവർ വിചാരിച്ചു ഇതിനകത്ത് കുറച്ച് ലോക്കൽ ടാലൻറ്റ് കൂടി ചേർക്കാൻ. അതായത് ബ്ലാക്ക് മാജിക്ക്, വൈറ്റ് മാജിക്ക്, പിന്നെ കുറച്ച് സോഴ്സറേഴ്സ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദികൾ, അങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ കഥ മൊത്തം മാറ്റാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം അമീർ ഹംസ എന്ന് പറയുന്നത് ബ്രാൻഡാണല്ലോ. ആ ബ്രാൻഡ് വിട്ടുപോയാൽ ഓഡിയൻസ് വരുന്നത് എന്തായാലും കുറയും. സോ ആ ഒരു ബേസിക് പ്ലോട്ട് വെച്ചിട്ട് തന്നെ ഈ ലോക്കൽ ടാലൻറ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കയറ്റി. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ ഒരു വില്ലൻ വേണമല്ലോ, ആദ്യം ഒരു ട്രബിൾ ഉണ്ടാക്കുന്ന ആൾ വേണമല്ലോ. അതിന് മിർ അഹമ്മദ് അലി സെലക്ട് ചെയ്തത് സമറുദ് ഷാ ബക്താരി അല്ലെങ്കിൽ ലക്ക എന്ന് പറഞ്ഞൊരു വില്ലനായിരുന്നു. അതെന്ന് പറയുന്നത് അമീർ ഹംസ കഥകളിൽ ഭയങ്കരമായി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എനിമി ആയിരുന്നു. മാത്രമല്ല അക്ബറിൻ്റെ ഇല്ലസ്ട്രേഷനിലും നമുക്ക് ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ കാണാൻ പറ്റും. മിക്കവാറും ഉള്ള പേർഷ്യൻ കഥകളിൽ കാണാൻ പറ്റുന്ന തിലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സ്മോൾ ട്രാക്ട് ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഇൻആനിമേറ്റ് ഒബ്ജക്റ്റിന് ഈ സോഴ്സറേഴ്സ് മന്ത്രവാദത്തിലൂടെ കുറച്ച് പവർ കൊടുത്തിട്ട് ആ പവറിലൂടെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്കിലൊക്കെ കാണുന്ന പോലെ ഈ ജിന്നും ആ ഒരു സ്ഥലത്ത് മൊത്തം മാജിക്കൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ തിൽസിമി ഹുഷ്റുബയിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ലാൻഡിന് പകരം ഒരു വലിയ രാജ്യം മൊത്തത്തിൽ ഒരു തിലിസമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഹുഷ് എന്ന് വെച്ചാൽ സെൻസസും റൂബ എന്ന് പറയുമ്പോൾ സ്റ്റീലിങ്ങുമാണ്. അതായത് സംതിങ് ദാറ്റ് സ്റ്റീൽസ് വൺ സെൻസസ് എന്നാണ് ഹുഷ്റുബയുടെ മൊത്തം അർത്ഥം. അതായത് ഈ തിൽസം ലാൻഡ് നമ്മുടെ എല്ലാം സെൻസസിനെ സ്റ്റീൽ ചെയ്യുന്നു. അപ്പോൾ ഈ കഥ അമീർ ഹംസയുടെ ടെയിലിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും
അമീർ ഹംസയെ ചെറുതായിട്ടൊന്ന് സൈഡ് ലൈൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതായത് അമീർ ഹംസ ലക്കയുമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു സ്ഥലത്ത്. മറ്റൊരു സ്ഥലത്ത് ഈ അഫ്രാസിയാബാണ് ആക്ച്വലി ഈ ലക്കയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അഫ്രാസിയാബ് എന്ന് പറയുന്നത് ഈ ടിൽസത്തിൻ്റെ എംപറാണ്. ഇയാളൊരു സോഴ്സറാണ്. ഇയാളുടെ സോഴ്സറി ഉപയോഗിച്ച് തന്നെ ഈ മന്ത്രവാദം വെച്ചിട്ടാണ് ഹുഷ്റൂബയെ ഒരു ടിൽസം ലാൻഡ് ആക്കിയിട്ട് മാറ്റിയിട്ട് അപ്രത്യക്ഷമാക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോഴാണ് അമീർ ഹംസ വരുന്നത്. പക്ഷേ അമീർ ഹംസ ഈ ലക്കയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അമീർ ഹംസയുടെ മകനായിട്ടുള്ള പ്രിൻസ് ആസാദ് അവിടെ വരും. അപ്പോൾ അവിടുത്തെ ഫെയ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻസ് ആസാദ് വന്നിട്ട് ഇവരെ രക്ഷിക്കുമെന്നാണ്. അപ്പോൾ ഈ കഥയുടെ നായകൻ ശരിക്കും അമീർ ഹംസ അല്ല, പക്ഷേ അമീർ ഹംസയുടെ മകനായ പ്രിൻസ് ആസാദാണ്. പക്ഷെ പ്രിൻസ് ആസാദ് ഈ മിലിറ്ററിയും സാധനങ്ങളും എല്ലാം കൊണ്ട് അവിടെ ചെന്നപ്പോൾ മാജിക്കൽ പവറുള്ള ഈ ലാൻഡിൽ അതിൻ്റെ ഒരു യൂസും ഇല്ല. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ശരിക്കും ഹീറോസായി മാറുന്നത് ഈ പ്രിൻസ് ആസാദ് കൂടെ കൊണ്ടുവന്ന ട്രിക്സ്റ്ററായിട്ടുള്ള അമർ അയ്യറും ബാക്കി 4 ട്രിക്സ്റ്റേഴ്സുമാണ്. അപ്പോൾ ട്രിക്സ്റ്റർ എന്ന് പറയുന്നത് ഈ വേഷം മാറി ആൾക്കാരെ പറ്റിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഈ ടിൽസം ലാൻഡിനെ സാധാരണമായിട്ട് ഒരു ലാൻഡാക്കി മാറ്റണമെങ്കിൽ സ്ഥിരം സംഭവം എന്തെന്ന് വെച്ചാൽ മിക്കവാറും ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഒരു കിളി കാണും, കിളിയുടെ കഴുത്തിലൊരു നെക്ലസ് കാണും, ഈ നെക്ലസ് ക്യാപ്ചർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ മിർ അഹമ്മദ് അലിക്ക് ഈ കഥ ഭയങ്കര ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കഥയാക്കി മാറ്റണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ ക്യാരക്ടേഴ്സിനെയും കുറിച്ച് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ലക്ക എന്ന ക്യാരക്ടറിനെ അക്ബറിൻ്റെ ഇല്ലസ്ട്രേഷനിൽ 12 അടി ഉയരമുള്ള ഒരാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തേക്ക് വന്നപ്പോൾ ഇതിലിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: വിത്ത് ഫാൾസ് ഗോഡ് ലക്ക, ആൻ 85 foot tall pitch black giant. His head was full of vanity and resembled the ruins of a palace tomb. His limbs were the size of giant tree branches. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ കണ്ടോ? അക്ബറിൻ്റെ ഇല്ലസ്ട്രേഷനിൽ 12 അടി ഉയരമുണ്ടായിരുന്നത് ഇവിടെ എത്തിയപ്പോൾ 85 അടി ഉയരമായി മാറി. ഇതുപോലെ അമർ അയ്യറിനും ഒരുപാട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കഥയിൽ ചില സ്ഥലത്ത് മെറ്റീരിയൽ ആൻഡ് ഫാൻറ്റസി വേൾഡ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കഥകളിലുള്ള സ്ഥലങ്ങളും ഈ ലക്നൌവിലുള്ള കുറച്ച് സ്ഥലങ്ങളും ഫുഡും ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസും ജീവിത രീതിയും എല്ലാം ഇതിനകത്ത് മിർ അഹമ്മദ് അലി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഈ കഥ മിർ അഹമ്മദ് അലി പറയുന്നത് ഒരു നോബൽ മാനിൻ്റെ വീട്ടിൽ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദറിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് പുതിയൊരു കഥ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അമീർ ഹംസയുടെ ടെയിൽ പറ്റപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇത് കേൾക്കാനുള്ള ആകാംക്ഷ അങ്ങ് കൂടി. അങ്ങനെ തൊണ്ടവേദനയാണെന്ന് പറഞ്ഞിട്ടും മിർ അഹമ്മദ് അലിയെ കൊണ്ട് നിർബന്ധിച്ച് ആൾക്കാരങ്ങനെ 3 മണിക്കൂർ കൊണ്ട് ഈ കഥ അങ്ങ് പറയിപ്പിച്ചു. അപ്പോൾ കഥയുടെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ആൾക്കാർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അങ്ങ് ആകാംക്ഷ അങ്ങ് കൂടി ബാക്കി കൂടെ പറയാൻ പറഞ്ഞപ്പോൾ മിർ അഹമ്മദ് അലി പറഞ്ഞു അടുത്ത ദിവസം കവലയിൽ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി പറയുമെന്ന്. അപ്പോൾ അടുത്ത ദിവസം കവലയിൽ ആൾ കൂടിയിട്ടുണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട് അംബ പ്രസാദ് രാസ ആൻഡ് ഹക്കീം അസ്ഗർ അലി ഖാൻ എന്ന് പറയുന്ന 2 ഡിസൈപ്പിൾ സ്റ്റോറി ടെല്ലേഴ്സിനെ മിർ അഹമ്മദ് അലി കവലയിലേക്ക് വിട്ടു. ആൾക്കാർ കൂടുതലുണ്ടെന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഥ ഇവരൊന്ന് സമ്മറൈസ് ചെയ്തു വെച്ചു ബാക്കി മിർ അഹമ്മദ് അലിക്ക് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കാർ ഓരോ ദിവസവും കൂടി വന്നു ഈ കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. തിക്കും തിരക്കുമായി. ആൾക്കാർക്ക് പറഞ്ഞ എപ്പിസോഡ് തന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ പറഞ്ഞ് തീർക്കാൻ ഇവർ സമ്മതിക്കത്തില്ലായിരുന്നു. സോ ഇതിങ്ങനെ തീരാതെ നീണ്ടു പോയി. ചിലർക്കാണെങ്കിൽ കഥ തീർത്തതിന് ശേഷം പിന്നീട് വന്ന് വീണ്ടും നീ കഥ പറയണമെന്നായി. അപ്പോൾ കഥ അങ്ങ് കയറി ഹിറ്റായി. ഓരോ തവണ പഴയ എപ്പിസോഡ് പിന്നെയും പറയുമ്പോഴും മിർ അഹമ്മദ് അലി കൂടുതൽ ഡീറ്റെയിൽസും ഇംപ്രൊവൈസേഷനും കൂടുതൽ ക്യാരക്ടേഴ്സിനെയും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ എവിടെ കഥ പറയാൻ തുടങ്ങിയാലും ആൾക്കാർക്ക് അമീർ ഹംസയുടെ മറ്റ് കഥകളൊന്നും കേൾക്കണ്ട, ഈ കഥ മതിയായിരുന്നു. അപ്പോൾ ലക്നൗ കാണാൻ വരുന്നവരെല്ലാം പിന്നീട് വരുന്നത് ഈ ഹുഷ്റൂബയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള സിറ്റികളിലുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കര അസൂയായി ലക്നൗവിലുള്ളവരടുത്ത്. അങ്ങനെ പ്രിൻസ് ഓഫ് രംപൂർ മിർ അഹമ്മദ് അലിയെ അവിടുത്തെ കോർട്ട് സ്റ്റോറി ടെല്ലറാവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. മനസ്സോടെയാണെങ്കിലും പദവി നല്ലതായതുകൊണ്ട് മിർ അഹമ്മദ് അലിയും കൂട്ടരും അങ്ങോട്ട് പോയി. പക്ഷെ അവർ ചുമ്മാ അങ്ങ് പോയതല്ല, ഈ കഥ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. മുഹമ്മദ് അമീർ ഖാൻ എന്ന നന്നായി കഥപരമായിരുന്ന ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചിട്ടാണ് മിർ അഹമ്മദ് അലിയും കൂട്ടരും ആ സ്ഥലം വിട്ട് പോയത്. മിർ അഹമ്മദ് അലി പിന്നീട് ഈ കഥ എഴുതിയിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. പക്ഷേ അംബ പ്രസാദ് രാസയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഗുലാം രാസയും ഇതിൻ്റെ ഒരുപാട് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥ ഇപ്പോഴങ്ങ് അമീർ ഹംസയുടെ സൈക്കിൾ പെട്ടതാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. അങ്ങനെ ഇതിനൊരു സ്ഥാനവും കിട്ടി അമീർ ഹംസയുടെ കഥകളുടെ 5ാമത്തെ ബുക്കായിട്ട്. അപ്പോൾ 1880s മുൻഷി നേവൽ കിഷോർ ദി ഓണർ ഓഫ് നേവൽ കിഷോർ പ്രസ് എന്ന് വിചാരിച്ചു ഈ വലിയ അമീർ ഹംസ സൈക്കിളിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന്.
അങ്ങനെ ഈ ബുക്ക് എഴുതാൻ ഏൽപ്പിച്ചതാണ് ആരൊക്കെ? നമ്മുടെ തിൽസ്മി ഹുസ്രൂബ എഴുതിയ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ജായും അഹമ്മദ് ഹുസൈൻ ഖമറിനെയും. സോ ആദ്യം സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ജായാണ് ഇത് ഏൽപ്പിച്ചത്. അപ്പോൾ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ജാ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലറും അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു സോൾജറുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏൽപ്പിച്ചത് ഒരു നല്ലൊരു കൈകളിലാണെന്ന് മുൻഷി നേവൽ കിഷോറിന് തോന്നി. അപ്പോൾ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ജായ്ക്ക് ഒരു അടിപൊളി വർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണമായിരുന്നു, ഒരു മാസ്റ്റർ പീസ്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിട്ടേൺ വേർഷൻസും ഓറൽ ട്രഡീഷൻസും എല്ലാം ഉപയോഗിച്ച് വലിയൊരു പുസ്തകം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മിർ അഹമ്മദിൽ എഴുതിയ നോട്ടുകളും ഗുലാം റാസ എഴുതിയ 14 വോളിയവും പിന്നീട് മുഹമ്മദ് അമീർ ഖാൻ എഴുതിയ 2 വോളിയവും കണ്ടംപററി സ്റ്റോറി ടെല്ലറായിട്ടുള്ള ഷെയ്ഖ് തസാദഖ് ഹുസൈൻ്റെ കുറച്ച് എപ്പിസോഡുകളും ഇദ്ദേഹം വാങ്ങി. അപ്പോൾ ഈ കഥയ്ക്കകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ പേഴ്സണാലിറ്റീസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് സോൾസറസ് ആയിട്ടുള്ള മഹറൂഖ് മാജിക്കായി. അന്ന് ലക്നൌവിൽ താമസിച്ചിരുന്ന സ്ട്രോങ് ആയിട്ടുള്ള വിമണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹുസ്രൂബയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറുമായിരുന്നു ദി എംപയർ ഓഫ് ഹുസ്രൂബ, അതായത് സോൾസറർ ആയിട്ടുള്ള അഫ്രാസിയാബ്. അപ്പോൾ സാധാരണ കഥയിലൊക്കെ ഹീറോയ്ക്കാണ് കൂടുതൽ ചലഞ്ചസ്. പക്ഷേ ഇവിടെ നമ്മുടെ വില്ലൻ പോലത്തെ കഥാപാത്രമായിട്ടുള്ള അഫ്രാസിയാബിനാണ് കൂടുതൽ ചലഞ്ചസ് വന്നിരിക്കുന്നത്. അതായത് ഹുസ്രൂബയിൽ അമീർ ഹംസയിൽ നിന്നും ലക്കയെ സേഫാക്കി വെക്കണം, പിന്നെ സോൾസറേഴ്സ് ആയിട്ടുള്ള മഹറൂഖ് മാജിക്കയ്ക്കെതിരെ പോരാടണം, ബാക്കി ട്രിക്സ്റ്റേഴ്സിനെ നോക്കണം, പിന്നെ നെയ്ബറിംഗ് രാജ്യത്തെ റൈവൽ എംപറിനോട് ഫൈറ്റ് ചെയ്യും വേണം. അപ്പോൾ ഒരു ഹീറോയിക് ആയിട്ടുള്ളൊരു വില്ലനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഒരു വില്ലൻ കഥാപാത്രമായിരുന്നെങ്കിൽ പോലും ലവ്ഡ് വൺസിനടുത്തുള്ള അഫെക്ഷൻ, അദ്ദേഹത്തിൻ്റെ പ്രിൻസസ് ബാഹാറിൻ്റെ അടുത്തുള്ള സെൻസിറ്റിവിറ്റി, പാരൻസിൻ്റെ അടുത്തുള്ള സ്നേഹം, അദ്ദേഹം ആ എംപയറിന് വേണ്ടി ചെയ്യുന്ന പേഴ്സണൽ സാക്രിഫൈസ്, ഇതൊക്കെ കാണുമ്പോൾ കഥ കേൾക്കുന്ന ഓഡിയൻസിന് ഇദ്ദേഹത്തോട് ഇഷ്ടം തോന്നി. അപ്പോൾ മറ്റ് അമീർ ഹംസയുടെ ടെയിലൊക്കെ അത് ശരിക്കും ഒരു വാർ ബിറ്റ്വീൻ ദി സോൾസറേഴ്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഇറ്റ് വാസ് എ വാർ ബിറ്റ്വീൻ ദി സോൾസറേഴ്സ് ആൻഡ് ദ ട്രിക്സ്റ്റേഴ്സ്. അമീർ ഹംസയ്ക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ സോൾസറേഴ്സ് ആയിരുന്നില്ല, പകരം ട്രിക്സ്റ്റേഴ്സ് ആയിരുന്നു അമീർ ഹംസയെ രക്ഷിക്കുന്നത്. അപ്പോൾ ഈ ബുക്കിൻ്റെ 2nd വോളിയം റിലീസ് ചെയ്യുന്നത് 1884 അതിനുശേഷം ഒരു 4 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞ് 1888 അടുത്തത് റിലീസ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ എല്ലാ റിസോഴ്സും ശേഖരിച്ച് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ടെയിലിൽ നിന്നെല്ലാം സ്വന്തമായിട്ട് ടെയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കഷ്ടപ്പാടുള്ള നല്ലൊരു ടാസ്ക് ആയിരുന്നു. മാത്രമല്ല ഈ സമയത്ത് ജായുടെ മകളും മകനും മരിച്ചു പോകുന്നുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എഴുതാൻ ഭയങ്കര പാടായിരുന്നു. അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നേവൽ കിഷോർ പ്രസ്സിന് എത്രയും പെട്ടെന്ന് ഈ ബുക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 4ാമത്തെ വോളിയം ജാ എഴുതി കഴിഞ്ഞതിന് ശേഷം 1890 5ാമത്തെ പുസ്തകം എഴുതാൻ നേവൽ കിഷോർ പ്രസ് അഹമ്മദ് ഹുസൈൻ ഖമറിനെ ഏൽപ്പിച്ചു. പക്ഷേ സാധാരണ ഒരു ഓഥർ ഒരു ബുക്ക് എഴുതുന്ന നിർത്തിയിട്ട് പോകുമ്പോഴത്തേക്കും ഒരു നോട്ട് കൊടുക്കും, അവിടെ ഒരു കസ്റ്റമറി ആയിട്ടുള്ളൊരു നോട്ട്. പക്ഷേ ഈ പുസ്തകത്തിൽ ജാ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഖമറിനെ ഏൽപ്പിച്ചപ്പോൾ ഖമർ സ്വയം ഈ 4 ബുക്കും എന്നെ തന്നെയായിരുന്നു ഏൽപ്പിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞു നടന്നു. പക്ഷേ ജാക്ക് ഈ വർക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ 1889 അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടതിന് ശേഷം അദ്ദേഹം ആ സമയം തന്നെ സ്വന്തമായിട്ടൊരു പ്രസ് ഉണ്ടാക്കുകയും ഈ ബുക്കിൻ്റെ 5ാമത്തെ വോളിയം പെട്ടെന്ന് തന്നെ എഴുതി പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബാക്കി എഴുതിയിരുന്നു ദർ ഇസ് എ ലോട്ട് മോർ ടു ഫോളോ എന്ന്. അപ്പോൾ ഇത് നേവൽ കിഷോർ പ്രസ്സിനും ഖമറിനും ഒരടിയായി. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഈ 5ാമത്തെ ബുക്കിൻ്റെ ആദ്യ ഭാഗം ഇറക്കി. അതിനുശേഷം ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇവരതിൻ്റെ 2ാം ഭാഗവും ഇറക്കി. പക്ഷേ 5ാമത്തെ വോളിയത്തിന് ശേഷം ജാ പിന്നീട് വേറെ വോളിയംസ് എഴുതിയിട്ടില്ല. ജാ ഖമറിനെ പോലെ ആയിരുന്നില്ല. എപ്പോഴെല്ലാം ഈ പുസ്തകങ്ങൾ എഴുതി അപ്പോഴെല്ലാം ഇത് എവിടെ നിന്നാണ് എടുത്തതെന്നും അതിൻ്റെ ക്രെഡിബിൾ സോഴ്സിന് കറക്റ്റായിട്ടുള്ള ക്രെഡിറ്റും കൊടുക്കാൻ ജാ മറന്നിട്ടില്ല. പക്ഷേ ഖമർ ഒരൊറ്റ മനുഷ്യർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തിട്ടില്ല. ജാ എഴുതിയ 5ാമത്തെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 4 പേജ് കളവ് പോയിട്ടുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് നേവൽ കിഷോറിൻ്റെ പ്രസ് വിട്ടുപോയത് എന്നുള്ള കാരണങ്ങളായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഖമറിൻ്റെ ബുക്കിലും വലുതായിട്ടൊന്നും പറയുന്നില്ല. സം ചാൻസ് ഇവൻ്റ് കാരണമാണ് ജായുടെ അസോസിയേഷൻ നിന്നുപോയെന്നാണ് പറയുന്നത്. ഖമർ ഒരുപാട് സെൽഫ് ലവ് ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യാത്ത വർക്കെല്ലാം ചെയ്തെന്നും പറഞ്ഞു നടന്നിരുന്നു. അങ്ങനെ ഈ ബുക്കിൻ്റെ യഥാർത്ഥ ഒറിജിനൽ ഓഥർ താനാണെന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല ചില മൊമെൻറ്റ്സിൽ ചില പേജിൽ കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ പൊക്കി പറയിപ്പിക്കാനും ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. തിൽസ്മി ഹുസ്രൂബയുടെ അവസാനത്തെ, അതായത് 7ാമത്തെ വോളിയം പബ്ലിഷ് ചെയ്യുന്നത് 1893 ആ ഒരു സമയത്ത് തന്നെ ജായും മരിച്ചു പോയിരുന്നു. 1930 വരെയുള്ള കാലഘട്ടത്തിൽ ലക്നൌവിൽ മാത്രം ഈ ബുക്കിൻ്റെ 8 എഡിഷനോളം ഇറങ്ങി. ഉറുദു ലിറ്ററേച്ചറിൽ ഒരു അൾട്ടിമേറ്റ് ഫാൻറ്റസി ടെയിൽ അല്ലെങ്കിൽ ഒരു ഐക്കോണിക് സ്റ്റാറ്റസ്
ഇതിന് ലഭിച്ചു. അപ്പോൾ ഹുസ്റൂബയുടെ ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ടുള്ള മറ്റൊരാളാണ് പാകിസ്ഥാനി പെയിൻറ്ററായിട്ടുള്ള ഉസ്താദ് അള്ളാ ബക്ഷ്. ഇദ്ദേഹം ഹുസ്റൂബയുടെ മാജിക് ആൻഡ് ഡെൻസ് സ്റ്റോറി ടെല്ലിംഗ് ഒരു പെയിൻറ്റിങ്ങിലൂടെ ക്യാപ്ചർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗ്ലോറിയസ് പെയിൻറ്റിംഗ് ആയിട്ടുള്ള തിലിസ്മി ഹുസ്റൂബ അതിപ്പോൾ ലാഹോർ മ്യൂസിയത്തിലാണുള്ളത്. അപ്പോൾ ഇവരൊക്കെ മാത്രമല്ല, ഇതല്ലാതെ ഒരുപാട് റൈറ്റേഴ്സും സ്റ്റോറി ടെല്ലേഴ്സും ഈ കഥ എഴുതിയിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ നറേറ്ററായിട്ടുള്ള മുഷ്റഫ് അലി ഫറൂഖി അത് പറയുന്നത്, എന്താ നമ്മുടെയൊക്കെ നെഗ്ലക്റ്റ് കാരണം ഇനിയുള്ള തലമുറ ഈ ബുക്ക് വായിക്കാൻ പറ്റില്ലെങ്കിലോ, ഇത്രയും റൈറ്റേഴ്സ് കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ ബുക്ക് നമുക്കൊക്കെ മിസ്സായി പോയാലോ. സോ അതുകൊണ്ട് ഈ ട്രാൻസ്ലേഷനിലൂടെ ഈ വായിക്കാൻ വന്നിരിക്കുന്ന ആർമി ഓഫ് റീഡേഴ്സിന് വായന എളുപ്പമാക്കിയിരിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സോ വായിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്കും ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് മുഷ്റഫ് അലി ഫറൂഖി പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് തിൽസ്മി ഹുസ്റൂബയുടെ ഇൻട്രഡക്ഷനിൽ പറയുന്നത്.